യമനിൽ ജയിലിലുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടി. ചർച്ചകൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് നാളെ നടപ്പിലാക്കാനിരുന്ന വധശിക്ഷ നീട്ടിയത്. കൊല്ലപ്പെട്ട യമനി യുവാവ് തലാലിന്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ ഹഫീലിന്റെ പ്രതിനിധികൾ ചർച്ച നടത്തി. കാന്തപുരത്തിന്റെ ഇടപെടലാണ് നിർണായകമായത്. നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. അത് സംസാരിക്കാൻ ഉള്ള ആളുകൾ അവിടുത്തെ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരും ജഡ്ജിമാരുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിവെക്കാൻ അവർ ഉത്തരവിട്ടിട്ടുള്ളത്. Sheikh Abdul Malik Nahia coordinated with the Yemen president, that is Yemen Mahdi Mohammed al-Mashhad. He coordinated with him and gave an extension. Having known that they have already consented for the execution, so what is the point in talking to the family? So now my priority was to stop the execution. So now that we have stopped the execution, Mr. Sheikh Abdul Malik Nahia will now start contacting the family, which he has already started doing that, and we will reach an agreement with this. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അസ്ലം, ഈ ചർച്ചകൾ ഫലം കാണുമെന്ന് കരുതാമോ? ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്നും ചർച്ചകൾ നടന്നു. അതിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. അതേസമയം വധശിക്ഷ നാളെ നടത്താനിരുന്നത് നീട്ടിവെച്ചത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കൂടുതൽ ഇടപെടലുകൾക്കും കൂടുതൽ ചർച്ചകൾക്കും ഒരു സ്പേസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതുവരെയുള്ള ഈ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട കേസുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തലാലിൻ്റെ കുടുംബത്തെ വളരെ ദീർഘമായ ഒരു ചർച്ചകളിലേക്ക് എത്തിക്കാനോ അവർക്ക് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് ഹബീബ് ഉമർ ഹഫീൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സൂഫി പണ്ഡിതൻ, യമനിലുള്ള പണ്ഡിതനുമായി ഇടപെടുകയും അങ്ങനെ ആ കുടുംബത്തിനെ ചർച്ചയ്ക്ക് സന്നദ്ധനാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ചർച്ച ഗൗരവപ്പെട്ട ചർച്ച നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അറ്റോർണിയുടെ ഇടപെടൽ കൊണ്ട് ഇന്നിപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം കിട്ടും. ഒരു പക്ഷേ ഇന്ന് കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലും വരും ദിവസങ്ങളിലും ചർച്ചകൾ പുരോഗമിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ചർച്ചകൾ നടത്തുന്ന പ്രതിനിധി സംഘം അറിയിച്ചിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് മൂവ് ചെയ്യുന്നത്. ഒന്ന്, ഈ കുടുംബത്തിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ മാപ്പ് നൽകിപ്പിക്കാനുള്ള ഒരു ശ്രമം, അതിലേക്ക് പ്രേരിപ്പിക്കുക. അങ്ങനെ തീരുമാനമായി കഴിഞ്ഞാൽ ആ കോടതിയെ അറിയിച്ച് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ലീഗൽ വിഭാഗവും അത് നയതന്ത്ര ഉദ്യോഗസ്ഥർ, ഇന്ത്യയുടെ എംബസി ഉദ്യോഗസ്ഥർ കൂടി അതുമായി സഹകരിക്കുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചകൾ പുരോഗതിയുണ്ട്, പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു. അതേസമയം തീരുമാനം ഇതുവരേക്കും ആയിട്ടുമില്ല.